ഒരു പേഷ്യൻ്റ് നമ്മുടെ ലാബിൽ വന്നിട്ട് അവരെ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ മുതൽ ബ്ലഡ് എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ഡെസ്പാച്ച് ആകുന്നത് വരെ ഇതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എല്ലായ്പ്പോഴും. അത് കോഴിക്കോട് റൂറൽ ഏരിയയിൽ ഇപ്പോൾ NABയിൽ ഉള്ളത് ഇപ്പം ഡോക്ടേഴ്സിലെ പയ്യോളിക്ക് മാത്രമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഡോക്ടർ വളരെ ഹാപ്പിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷമീം EL സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്. നമ്മുടെ നാട്ടിലുള്ള ലബോറട്ടറികളെക്കുറിച്ചും അവ നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി EL സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് അവതരിപ്പിക്കുന്ന വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പയ്യോളിയിലേക്കാണ്. പയ്യോളി അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ലാബുകളിലൊന്നായ ഡോക്ടേഴ്സ് ലാബിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ നമ്മളുള്ളത് കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷനിലാണ്. പയ്യോളിയിലേക്കാണ് ഇപ്പോൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനാകുമ്പോൾ വളരെ സേഫായിട്ട് പെട്ടെന്ന് എവിടെ എത്താൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. പയ്യോളിയിലേക്ക് ഒരു 2 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലുള്ള ഡോക്ടേഴ്സ് ലാബിലാണ്. ഡോക്ടേഴ്സ് ലാബിന്റെ സാരഥി ഷാജിയേട്ടൻ നമ്മളൊപ്പം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ലാബിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയാണ്. കൂടുതൽ കാര്യങ്ങൾ ഷാജിയേട്ടൻ പറയും. 8 വർഷത്തോളമായിട്ട് നമ്മൾ ഡോക്ടേഴ്സ് ലാബിലെ സോഫ്റ്റ്വെയർ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള ഒരുപാട് പുതിയ ഐഡിയകളും പുതിയ സജഷൻസും ഒക്കെ തന്ന് വളരെയധികം സഹായിച്ചിട്ടുള്ള ആളാണ് ഷാജിയേട്ടൻ. ലബോറട്ടറി മേഖലയിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഷാജിയേട്ടൻ. അപ്പോൾ ഷാജിയേട്ടൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ചോദിക്കാം. അപ്പോൾ ഷാജിയേട്ടൻ, നിങ്ങൾ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്, അതായത് ലബോറട്ടറി മേഖലയിലേക്ക് വരാൻ കാരണം? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഞാനിങ്ങനെ 1994 എൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആയിന്ന് നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്തത്. വളരെ അന്നത്തെ നമ്മുടെ സിറ്റി ഹോസ്പിറ്റൽ കുറച്ച് കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് വർക്ക് ചെയ്ത് പയ്യന്നൂർ വർക്ക് ചെയ്ത് കൊടുക്കുന്നവർ, അതായത് എനിക്കതൊരു 24-25 വയസ്സുള്ള സമയത്താണ് ഞാൻ പയ്യന്നൂർ വർക്ക് ചെയ്ത് കഴിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇനി എന്തായാലും സ്വന്തമായി തുടങ്ങണം. അല്ലാതെ നമ്മൾ കാലാകാലങ്ങളിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്തേക്കാട്ടും നല്ലത് നമ്മൾ സ്വന്തമായി തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പല സ്ഥലങ്ങളും നോക്കിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ നാട് തന്നെയാണ് ഏറ്റവും ഉചിതമായ സാധനം. എന്തെങ്കിലും സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രദേശത്തുള്ള ആൾക്കാർക്കും എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും ചെയ്യുന്നതിലെ ഗുണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും ഞാൻ പയ്യോളി ചൂസ് ചെയ്യുന്നു. ദൈവാനുഗ്രഹത്തിൽ ഇന്ന് വരെ എനിക്ക് പയ്യോളി ചൂസ് ചെയ്ത് തെറ്റായി തോന്നിയില്ല. കാരണം ഏറ്റവും നല്ല ഒരു സ്ഥലമായി തന്നെ തോന്നിയിട്ട് അത്രയും നല്ല സപ്പോർട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ എൻ്റെ പ്രദേശത്തുള്ള ആൾക്കാരും അതുപോലെ എൻ്റെ നാട്ടുകാർ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇവിടെ എൻ്റെ സ്ഥാപനത്തിന് ഏതെങ്കിലും തുടങ്ങിയതിനേക്കാളും ഞാൻ സ്വപ്നം കണ്ടതിനേക്കാളൊക്കെ ഉപരി നല്ല രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ 22 വർഷത്തോളമായിട്ടുള്ള നിങ്ങളുടെ ലാബിന് ഡോക്ടേഴ്സ് ലാബ് പയ്യോളിക്ക് ഇനി എവിടെയെങ്കിലും ബ്രാഞ്ചസ് ഉണ്ടോ? 2002 പയ്യോളി ഡോക്ടേഴ്സ് ലാബ് തുടങ്ങിയത്. 2002 സെപ്റ്റംബർ 19 നമ്മൾ ഫസ്റ്റ് പയ്യോളി ബ്രാഞ്ച് തുടങ്ങി മെയിൻ ബ്രാഞ്ച് തുടങ്ങിയത്. പിന്നെ നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ളത് ഇപ്പം ഇവിടെ തൊറയൂർ, തിക്കോടി, ബാലുശ്ശേരി. പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ ഈ ബ്രാഞ്ചിൻ്റെ കൂടെ തന്നെ മെയിൻ ബ്രാഞ്ചിൻ്റെ കൂടെ തന്നെ നമ്മൾ 2017 നമ്മൾ എക്സ്റേ സ്കാനിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള ഫാർമസി, ഡോക്ടർമാർ ക്ലിനിക്ക്, ഇതൊക്കെ നമ്മൾ വളരെ വിപുലമായിട്ട് ചെയ്യേണ്ടായി. ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് വീണ്ടും 2 ബ്രാഞ്ച് തുടങ്ങാൻ പോവുകയാണ്. നമ്മളിപ്പോൾ തിക്കോടി എന്ന സ്ഥലത്തും അതുപോലെ തന്നെ പുറക്കാട് എന്ന സ്ഥലത്തും 2 സ്ഥലത്ത് ഇപ്പം പുതിയ ബ്രാഞ്ച് ഒരു മാസം കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ 2002 നിങ്ങൾ ലാബ് തുടങ്ങുമ്പോൾ മറ്റുള്ളവരൊക്കെ അനുഭവിക്കുന്ന പോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും ഏത് സ്ഥാപനം തുടങ്ങുമ്പോഴും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നേരിട്ടിട്ടുള്ള പ്രയാസങ്ങൾ അത് തരണം ചെയ്തത് എങ്ങനെയാണ്? അതുപോലെ അതിനു വേണ്ടി സപ്പോർട്ട് ആരൊക്കെ തന്നത്? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മറ്റുള്ള പുതിയ ആളുകൾക്കും അറിഞ്ഞാൽ നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 2002 സ്ഥാപനം തുടങ്ങിയത്. ആ സമയത്ത് നമുക്ക് സ്റ്റാഫ് വളരെ പരിമിതമായ സ്റ്റാഫേ ഉള്ളൂ. കാരണം ഈ പയ്യോളി ടൗണിൽ തന്നെ നമ്മൾ ഹൃദയഭാഗത്തു നിന്നല്ല നമ്മളന്ന് ലേബുള്ളത്. ഒരു ബിൽഡിങ്ങിൻ്റെ പുറകുവശത്ത് ഇതിൻ്റെ മുകളിലായിരുന്നു ലേബുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ താഴെ കൂടി എടുത്തത് മാത്രം. അന്നത്തെ കാലത്ത് മറ്റുള്ള പയ്യോളി സംബന്ധിച്ച് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ താഴെയുള്ള സമയത്ത് ഞാൻ മേലെ തുടങ്ങുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിക്കും ആൾക്കാരെ മേലെ എത്തിക്കുക എന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യം ചെയ്യുന്നു. പക്ഷേ എങ്കിലും നമ്മൾ ഇന്നൊക്കെ നമ്മൾ അനുവർത്തിച്ച് വരുന്ന ഒരു കാര്യം ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല എന്നുള്ളതിനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരുപാട് ഡോക്ടർമാരൊക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറയുകയാണെങ്കിൽ നമുക്ക് ഡോക്ടർ ഇന്ദിര, ഡോക്ടർ വേണുഗോപാൽ, വേറൊരു വേണുഗോപാൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രദേശത്ത് ഡോക്ടർ ശ്രീനിവാസൻ, ഡോക്ടർ ഇന്നിപ്പോൾ നമ്മുടെ വിട്ടുപോയ പ്രിയപ്പെട്ട ഡോക്ടർ മുഹമ്മദ് സാറ്, ഡോക്ടർ മുഹമ്മദ് മുല്ല, അങ്ങനെ ഒരുപാട് പ്രദേശത്തുള്ള ഒരുപാട് ഡോക്ടർമാർ നല്ല സപ്പോർട്ട് കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വലിയ പ്രയാസമുള്ള രീതിയിലേക്ക് പോയി. എങ്കിലും നമുക്കിപ്പോൾ 2010 എത്തുമ്പോഴത്തേക്കും 2002 തുടങ്ങി 2008 ആകുമ്പോഴത്തേക്കും നമുക്ക് ISO സർട്ടിഫിക്കേഷൻ കിട്ടി.
ISO സർട്ടിഫിക്കേഷൻ കിട്ടിയാൽ നമ്മൾ ശരിക്കും നമ്മുടെ ടേണിംഗ് പോയിന്റ് ശരിക്കും ISO സർട്ടിഫിക്കേഷനാണ്. പക്ഷെ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഈ പ്രദേശത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കറ്റ്, അത് വടകര കൊയിലാണ്ടി താലൂക്കിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്ഥാപനം നമ്മളേതായിരുന്നു. അത് ജനങ്ങൾക്ക് അതിന് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമുക്ക് സംബന്ധിച്ച് പേഷ്യൻ്റ് കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യം എല്ലാ കാര്യത്തിലും നമുക്ക് മുന്നോട്ടുള്ള സ്റ്റെപ്പ് വളരെ നല്ല സ്പീഡായിരുന്നു. കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഇതിനൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. തൊട്ട് മുന്നേ പറഞ്ഞല്ലോ ISO സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. അതുപോലെ വേറെ എന്തൊക്കെ സർട്ടിഫിക്കേഷൻ നമുക്കുള്ളത് ലാബിന്? വഴിയിൽ നമുക്ക് കിട്ടിയത് ഡോക്ടേഴ്സ് ലാബിൽ കിട്ടിയത് ഫസ്റ്റ് ISO 9001 2008 ആയിരുന്നു. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് എടുത്തത് നമ്മൾ NABH ആണ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നാണ്. അത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ക്വാളിറ്റി ബേസ്ഡ് മാത്രമുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് NABH. അത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ലബോറട്ടറിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള NABL എടുക്കുന്നത്. ഇപ്പം ഈ ഭാഗത്തുള്ള ലാബുകളിൽ NABL ലാബ് നമ്മൾ മാത്രമേ ഉള്ളൂ, ഈ കൊയിലാണ്ടീൻ്റെ വടകരൻ്റെ ഇടയ്ക്ക്. അത് കോഴിക്കോട് റൂറൽ ഏരിയയിൽ ഇപ്പോൾ NABL ഉള്ളത് ഇപ്പം ഡോക്ടേഴ്സ് ലാബ് പയ്യോളിക്ക് മാത്രമാണ്. അത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പരമോന്നതമായ ഒരു അംഗീകാരമാണ്. ഇങ്ങനെ സർട്ടിഫിക്കേഷൻ എടുക്കാനുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എല്ലാ സർട്ടിഫിക്കേഷൻസും പ്രാധാന്യം കൊടുക്കുന്നത് പേഷ്യൻ്റ് കെയർ തന്നെയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പേഷ്യൻ്റ് കിട്ടുന്ന കെയറാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. പേഷ്യൻ്റ് കെയർ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ക്വാളിറ്റി റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല റിസൾട്ട്, ഏറ്റവും നല്ല ക്വാളിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു പേഷ്യൻ്റ് നമ്മുടെ ലാബിൽ വന്നിട്ട് അവരെ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ മുതൽ ബ്ലഡ് എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ഡിസ്പാച്ച് ആകുന്നത് വരെ ഇതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാപ്പോഴും ആ ഒരു സിസ്റ്റം നമുക്ക് കീപ്പ് ചെയ്യണം. ആ സിസ്റ്റം കീപ്പ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ടിൻ്റെ അകത്തുണ്ടാകുന്ന പിന്നെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ റിസൾട്ടിന് പിന്നെ പേഷ്യൻ്റ് നമ്മളിപ്പം ചെയ്തിട്ടുണ്ടാവും, പക്ഷേ റിസൾട്ട് വേറെ കൊടുത്തു പോകും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ് ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളത്. ആ സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഇത് ഉണ്ടെങ്കിൽ. ഇത്തരം ലാബുകൾ എപ്പോഴും പിന്നെ ക്വാളിറ്റിനകത്ത് ബേസ് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും ഉണ്ടാവുക. ക്വാളിറ്റി കൺട്രോളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി വേറെ ഒരു എക്സ്റ്റേണൽ ടീം നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരുന്നു. അതിനിപ്പോൾ നമുക്ക് വെല്ലൂർ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ അമേരിക്കൻ ഒരു പ്രൊഡക്റ്റ് ബയോറാണെന്നുള്ള അവരെ ക്വാളിറ്റി കൺട്രോൾ, ഇതൊക്കെ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ സർട്ടിഫിക്കേഷനൊക്കെ പ്രധാനപ്പെട്ട സാധനം ക്വാളിറ്റി കൺട്രോളാണ്. ക്വാളിറ്റി കൺട്രോൾ രണ്ട് തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ അസസ്മെൻറ്റും, രണ്ടാമതൊന്ന് എക്സ്റ്റേണൽ ക്വാളിറ്റി അസസ്മെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കും. നമുക്ക് അറിയാവുന്ന വേരിയുള്ള ഒരു റിയേജൻറ്റ് നമ്മൾ വാങ്ങിയിട്ട് ലാബിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്യണം. ആ തന്നിരിക്കുന്ന മരുന്നിൻ്റെ അകത്ത് ഇത്ര ഷുഗറുണ്ട്, ഇത്ര കൊളസ്ട്രോൾ ഉണ്ട്, ഇത്ര ക്രിയാറ്റിൻ ഉണ്ട് എന്നൊക്കെ ഉണ്ടാവും. അത് നമ്മളെ ലാബ് കൊണ്ടുവന്നിട്ട് അത് പേഷ്യൻ്റ് സാമ്പിൾ പോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന വാല്യൂ തന്നെ കിട്ടണം. അതാണ് നമ്മൾ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെന്ന് അറിയണമെങ്കിൽ ആ വാല്യൂ കിട്ടിയാണ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാതെ നമ്മൾ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മരുന്നിൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ്റെ അകത്തോ എന്തോ ഒരു കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യണം ആദ്യം. എന്നിട്ട് നമ്മൾ ഈ ടാർഗറ്റ് വാല്യൂയിലേക്ക് എത്തണം നമ്മൾ. അതാണ് നമ്മുടെ ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം പുറത്തൊരു ഏജൻസി നമ്മൾ അസസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് നമ്മളിപ്പം CMC വെല്ലൂർ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിട്ട് ടൈപ്പ് ആയിക്കൊണ്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് എല്ലാ മാസവും നമുക്ക് സാമ്പിൾ ഇങ്ങോട്ട് വരും. അത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സാം പോലെ അവിടെ നിന്ന് വരുന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യും എന്നാൽ നമ്മളെ ചെയ്തിട്ട് നമ്മളെ റിസൾട്ടൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ അതിനകത്ത് കിട്ടേണ്ട വാല്യൂ എന്താണെന്ന് അവർക്ക് അറിയുള്ളൂ, നമുക്കറിയില്ല. നമുക്കൊന്നും അറിയാം. നമ്മൾ ചെയ്ത് അത് തന്നെ നമ്മൾ ബ്ലൈൻഡായിട്ട് അയക്കുക അങ്ങോട്ട് ചെയ്ത റിസൾട്ട് എന്താണോ എന്നുള്ളത്. ഒരു മാനിപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളങ്ങോട്ട് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടേണ്ട ശരിക്കും കൊളസ്ട്രോൾ ഇപ്പോൾ 100 കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇയാൾ ചെയ്ത് കറക്റ്റാണ്. നമ്മൾ 100 റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരാണ് അസസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, അതിൽ റിസൾട്ട് അടുത്ത മാസം ഇങ്ങോട്ട് അയച്ചു തരും. അങ്ങനെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിന് കൊടുക്കുക. അതാണ് എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ഇതുപോലത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ പൊതുവേ നമ്മളൊരു ലാബിന് റെഡി ആയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവല്ലോ നമ്മൾ തയ്യാറാക്കണ്ടേ, അതെന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞോ. ഷമീം ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു. ഇത് എടുക്കാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം എന്നുള്ളത് പേഷ്യൻ്റ് കെയറാണ്. പേഷ്യൻ്റ് കെയർ കൊടുക്കുന്നുണ്ട് പേഷ്യൻ്റ് ഏറ്റവും നല്ല ക്വാളിറ്റി റിസൾട്ട് കൊടുക്കുക എന്നതാണ്. അതിനിപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട വേണ്ടതെന്ന് നമ്മുടെ മാൻഡേറ്ററി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് തന്നെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം, ഈ പറഞ്ഞിട്ട് നമ്മുടെ ഇന്റേണൽ ക്വാളിറ്റി വേണം. അതുപോലെ എക്സ്റ്റേണൽ ക്വാളിറ്റി അസസ്മെൻറ്റ് പ്രോഗ്രാം നിർബന്ധമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. രണ്ടാമത്തത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം തന്നെ പഞ്ചായത്ത് ലൈസൻസ്, പൊല്യൂഷൻ ലൈസൻസ്, ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലൈസൻസുകളൊക്കെ. പഞ്ചായത്ത് ലൈസൻസും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും പോലെ.
പിന്നെ പ്രധാനപ്പെട്ട എല്ലാ മെഷീനും കാലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. ഓരോ വർഷവും കാലിബ്രേറ്റ് ചെയ്തിട്ട് മെഷീൻ്റെ ക്വാളിറ്റി നമുക്ക് എല്ലാ വർഷവും നമ്മൾ അസസ് ചെയ്യണം. എല്ലാ മെഷീനും കാലിബ്രേറ്റ് ചെയ്യണം. പിപ്പറ്റ് മുതൽ പിപ്പറ്റ് മെഷീൻസ് എല്ലാം നമുക്ക് കാലിബ്രേറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ ക്വാളിഫിക്കേഷൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയ സ്റ്റാഫ് പ്രധാനപ്പെട്ട. കാരണം ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ ദിവസം ചെയ്യേണ്ടതാണ്. എല്ലാം ഡോക്യുമെൻറ്റഡാണ്. ഇന്ന് വന്ന് പേഷ്യൻ്റ് ലിസ്റ്റ് ഇന്ന് പേഷ്യൻ്റ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ആര് ക്വാളിറ്റി കൺട്രോൾ ചെയ്തു, മെഷീൻ എപ്പോൾ എല്ലാം ഡോക്യുമെൻറ്റേഷനിലൂടെ പോകുന്നത്. അപ്പം ഒരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ് ഈ NIBയിലേക്ക് പോവുക എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഡെയിലി ഈ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റങ്ങളും അതും കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഒരു ലാബ് റൺ ചെയ്യുന്നതിനെക്കാട്ടും ഒരു 30-40% നമുക്ക് എക്സ്പെൻസ് വരുന്നില്ല ഇതിനകത്ത്. ഇതിനകത്ത് വളരെ എക്സ്പെൻസീവ് ആണെന്നുള്ളത് കാര്യമാണ് പ്രധാനപ്പെട്ട. എനിക്ക് തോന്നുന്നു സാധാരണ ലാബുകൾ ഇത് പോകാത്തതും മേ ബി അതുകൊണ്ടാവാനുള്ള സാധ്യതയാണ്. നമ്മൾ എക്സ്പെൻസീവ് ആണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ മറ്റുള്ള ലാബിൽ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് എന്തായാലും NIBH ലാബിൽ ഉണ്ടാവില്ല എന്നതാണ്. അവർക്കിപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ഇതിൽ ചിലവാകും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിരിക്കണം ലാബുകളെപ്പോൾ. ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ബയോകെമിസ്ട്രിക്ക് വേറെ, മൈക്രോബയോളജി വേറെ, നമ്മൾ ബ്ലഡ് കളക്ഷൻ വേറെ, റിസപ്ഷൻ ഏരിയ വേറെ, പിന്നെ അവർക്ക് പേഷ്യൻ്റ് കുടിക്കാനുള്ള വെള്ളം വെക്കാനുള്ള സൗകര്യം വേണം. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്താണ് നിങ്ങളായിട്ട് ബന്ധപ്പെട്ട വിഷയംസ്. കാരണം അതായത് സോഫ്റ്റ്വെയർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നിങ്ങൾ സോഫ്റ്റ്വെയർ വളരെ ഹാപ്പിയാണ്. കാരണം നമുക്ക് ബാർകോഡ് പ്രിൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് പേഷ്യൻറ്റിന് ഓൺലൈനായിട്ട് റിപ്പോർട്ട് അവർക്ക് എടുക്കാനും പറ്റും. കൂടാതെ നമുക്ക് വാട്സപ്പിലൂടെയും ഇമെയിലൊക്കെ ആയിട്ട് നമുക്ക് റിസൾട്ട് അയക്കാനൊക്കെ ഈസി ആക്സസ് ആണ്. പിന്നെ അതുമാത്രമല്ല മെഷീനൊക്കെ ആയിട്ട് ഇൻ്റർഫേസ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് നിങ്ങളെ ഈ സോഫ്റ്റ്വെയർ. വളരെ എന്തായാലും സാധാരണ ചെറിയ ലാബ് മുതൽ NIBയിലുള്ള എല്ലാ ലാബുകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നൊരു സോഫ്റ്റ്വെയർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനത് മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം. എന്തായാലും ഞാൻ അത്രയും ഹാപ്പി ആയതുകൊണ്ട് തന്നെ എനിക്ക് മാറ്റാത്തത്. അത് വളരെ നിങ്ങളെ അത്ര അഭിനന്ദിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നത് എനിക്കറിയാം. കാരണം എന്നെപ്പോലത്തെ മറ്റുള്ള ലാബുകളിലൊക്കെ അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മാറ്റങ്ങളൊക്കെ നിങ്ങൾ കാലാകാലങ്ങളെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട. പിന്നെ ഒരു ലാബിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ലാബിൻ്റെ അകത്തുള്ള അപ്ഡേഷൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്കുണ്ട് ആവുന്ന വിധത്തിലുള്ള ഒരു ഏരിയയ്ക്ക് പറ്റുന്ന. ഇപ്പം കോഴിക്കോട് ടൗണിൽ ചെയ്യുന്ന കാര്യം പയ്യോളി ടൗണിൽ ചെയ്യണമെന്നില്ല. പക്ഷേ പയ്യോളി ചെയ്യുന്ന കാര്യം നമ്മൾ പയ്യോളി ചെയ്യണം. പയ്യോളിക്ക് വേണ്ട കാര്യം നമ്മൾ പയ്യോളി ചെയ്യണം. അതാണ് നമ്മൾ എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളുടെ ഏറ്റവും നല്ല റിസൾട്ടും നല്ലത് കൊടുക്കണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനും കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഏറ്റവും നല്ല മെഷീൻസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഹോർമോൺസ് ചെയ്യുന്നത് ബെക്മാൻ മെഷീൻസാണ്. അതുപോലെ തന്നെ പിന്നെ ബയോമെറി എന്ന് പറഞ്ഞാൽ ബിഡാസിൻ്റെ അകത്താണ് നമ്മൾ ഹോർമോൺസൊക്കെ ചെയ്യുന്നത്. ബയോകെമിസ്ട്രി ചെയ്യുന്നത് ജാപ്പാൻ ടെക്നോളജിയുള്ള പിന്നെ ബയോലിസ് എന്ന് പറഞ്ഞ മെഷീനാണ്. ടോക്കിയോ ബോയ്ക്ക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ബയോലിസ് എന്ന മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഹെമറ്റോളജി നമ്മൾ ഉപയോഗിക്കുന്നത് സിസ്മെക്സ് എന്ന മെഷീനാണ്, ജാപ്പാൻ മെഷീനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ മെഷീൻസും നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ വിവിധമൊക്കെ നല്ല ഏറ്റവും നല്ല കമ്പനികളുടെ ഏറ്റവും നല്ല പ്രൊഡക്റ്റിനെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലാബുകളിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എന്തോ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. കേന്ദ്ര സർക്കാരാണ് ശരിക്കും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ല് വരുന്നത്. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് കേരളത്തിലും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് വരുന്നത്. 2018 ഈ ആക്ട് വന്നത്. ഇപ്പോഴും അത് ശരിക്കും പൂർണ്ണമായിട്ടും ഇംപ്ലിമെൻ്റ് ഒന്നും ആയിട്ടില്ല. ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം 500 സ്ക്വയർ ഫീറ്റ് ഏരിയ വേണമെന്നും അതുപോലെയൊക്കെ കുറേ ഡിസ്പ്യൂട്ട് ചർച്ച കേസുകളൊക്കെ കോടതിയിലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുന്നില്ലെങ്കിലും ഒരു നിയന്ത്രണം ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഞങ്ങളും എല്ലാം ഈ മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷനൊക്കെ ഇടപെട്ട് എല്ലാം പറയുന്ന കാര്യം തന്നെയാണ് നിയന്ത്രണം ഈ മേഖലയിൽ വേണമെന്നുള്ള കാര്യം. അപ്പോൾ ഏതായാലും ഇത് നാളത്തെ ലാബുകളിൽ ഇനി വരുന്ന ലാബുകൾക്കും ഈ ക്വാളിറ്റി ഒരു സിസ്റ്റം, അതായത് NIBയിലൊക്കെ ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഈ ക്ലിനിക്കൽ എല്ലാ സിസ്റ്റവും അതിൻ്റെ ക്വാളിറ്റി ആയാലും സ്പേസ് ആയാലും കാര്യങ്ങളൊക്കെ പറ്റി എല്ലാത്തിനെ പറ്റി എല്ലാ ടെക്നീഷ്യന്മാരുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാ കാര്യങ്ങളെയും പ്രതിപാദിക്കുന്നുണ്ട്. ഇത് സർട്ടിഫിക്കറ്റ് ഇനിയിപ്പോൾ അസസർമാരൊക്കെ വന്നിട്ട് സാധാരണ ഒരു ലാബ് തുടങ്ങാൻ പഞ്ചായത്ത് ലൈസൻസോ മുനിസിപ്പാലിറ്റി ലൈസൻസോ മതിയായിരുന്നു. ഇനിയിപ്പം ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ലാബ് തുടങ്ങാൻ പറ്റൂ. ഏതായാലും വരുന്ന കാലങ്ങളിൽ ലാബ് തുടങ്ങണമെങ്കിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അസസർമാരൊക്കെ ലാബിൽ വന്ന് അസസ് ചെയ്തതിന് ശേഷം മാത്രമേ ലൈസൻസ് കൊടുക്കും. നിയമമൊക്കെ നല്ലതാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇപ്പം നിലവിലുള്ള ലാബുകളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് സർക്കാർ അതിന് മുൻകൈ എടുത്ത് അവരെ സംരക്ഷിച്ചുകൊണ്ട് വരുന്ന ലാബുകൾക്ക് വരുന്ന യന്ത്രങ്ങൾക്ക് വെച്ചുകൊണ്ട് വരുന്ന ഒരു സംവിധാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗുണം ജനങ്ങൾക്ക് തന്നെയാണ് കിട്ടുക വരാൻ പോകുന്ന ഈ നിയമം കൊണ്ട്. ഏതായാലും നമുക്ക് വരുന്നത് കാത്തിരിക്കാം. പ്രത്യേകിച്ച്
ഈ പറഞ്ഞ പ്രശ്നം മാത്രമല്ല, ഇപ്പം നിലവിലുള്ള ലാബുകളിൽ അഭിമുഖീകരിക്കുന്ന ചില പ്രയാസങ്ങളുണ്ട്. അത് ക്ലിയർ ചെയ്ത് പോയാൽ എല്ലാം കൊണ്ടും ബാക്കിയെല്ലാം കൊണ്ടും നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ടെക്നീഷ്യന്മാർ, നിലവിലുള്ള കുറേ ടെക്നീഷ്യന്മാർ പ്രൈവറ്റ് മേഖലയിൽ പഠിച്ച ആൾക്കാരുണ്ട്. അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ഒരു നിയമം വരുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മളെ സാധാരണ രോഗികളുണ്ടാവും, അവർ പല ലാബുകളിലും പോയി ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഡോക്ടേഴ്സ് ലാബിൽ വന്നിട്ടും ചെക്കിങ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഉപദേശങ്ങൾ എന്താണ്, നിർദ്ദേശങ്ങൾ എന്താണ്? എനിക്ക് തരാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഡോക്ടർമാർ ഒരു ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഫാസ്റ്റിംഗ് പറയും, ചില ഭക്ഷണം കഴിച്ച് നോക്കാൻ വേണ്ടി പറയും, ചിലപ്പം പിന്നെ അങ്ങനെ പല പല ടെസ്റ്റ് ഉണ്ടാവും. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫാസ്റ്റിംഗ് തന്നെ 10 മണിക്കൂർ മുതൽ 12 മണിക്കൂർ ഒന്നും കഴിക്കാതെ എടുക്കുന്ന ടെസ്റ്റുകളാണ് ഫാസ്റ്റിംഗ് എന്ന് പറയും. ഭക്ഷണം കഴിച്ചിട്ട് ചില ടെസ്റ്റ് ഷുഗർ നോക്കും. നമ്മൾ ഭക്ഷണം കഴിച്ച് ഷുഗർ നോക്കാന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് 2 മണിക്കൂറിനുള്ളിൽ എടുക്കുന്ന ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കേണ്ട ബാധ്യത രോഗിയെ സംബന്ധിച്ച് രോഗിയാണ്. അപ്പം ഫാസ്റ്റിംഗ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചില ടെസ്റ്റുകളൊക്കെ നമ്മൾ പറയും പിന്നെ റിസൾട്ട് തെറ്റി എന്നൊക്കെ പറയുന്നത്. ചില റിസൾട്ടൊക്കെ നമുക്കിപ്പം പറയാം ഷുഗറൊക്കെ യൂണിവേഴ്സലി ആക്സെപ്റ്റൻസ് ആയിട്ടുള്ളതുകൊണ്ട് 10% വരെ വേരിയേഷൻ പ്ലസ് ഓർ മൈനസ് വരാമെന്നില്ല. അപ്പോൾ ഷുഗർ 100 എന്നുള്ളത് 90 110 ആവുന്നില്ല. അത് വേൾഡ് അംഗീകരിച്ച രീതിയിലുള്ളൊരു എക്സ്പെക്റ്റൻസിൻ്റെ സാധനം. കൂടാതെ നമ്മളിപ്പം പിന്നെ ചില ടെസ്റ്റുകൾ തെറ്റാൻ പ്രധാനപ്പെട്ട സാധനം നമ്മളിപ്പം എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന സമയത്ത് വളരെ നല്ല രാവിലെ ഏർലി മോർണിംഗ് കഴിച്ച് കുറേ വാമ്പെല്ലാം ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡിയൊക്കെ നല്ല ജിമ്മിലൊക്കെ പോയി വന്ന ആൾക്കാരൊക്കെ പോയിട്ട് അതുപോലെ നമ്മുടെ CPK എന്ന ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഹൈവേയിൽ കുറച്ച് ഹൈ ആയിരിക്കും. മസിലൊക്കെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈംസൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ബ്ലഡിനകത്ത് കാണിക്കും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ നമ്മൾ തലേദിവസം രാത്രി കഴിക്കുന്ന ഭക്ഷണം വരെ നമ്മൾ പിന്നെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ചില ടെസ്റ്റിനൊക്കെ തീരെ തലേദിവസം രാത്രി ഉപയോഗിക്കാനേ പാടില്ല. അതുപോലെ തന്നെ ഇപ്പം മലം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ 2-3 ദിവസം മുന്നേ തന്നെ നോൺ വെജൊക്കെ ഒഴിവാക്കിയിട്ട് വേണം മലം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ അതിനകത്ത് ബ്ലഡിൻ്റെ അംശം കാണും. അതുപോലെ പിന്നെ യൂറിനൊക്കെ എടുക്കുകയാണെങ്കിൽ പല രീതിയിൽ പല ടെസ്റ്റുകളുണ്ടെങ്കിലും റാൻഡം റുട്ടീൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റാൻഡം സാമ്പിളൊക്കെ കിട്ടും. ഏർലി മോർണിംഗ് സാമ്പിളിന് പകരം റാൻഡം സാമ്പിൾ എടുക്കുന്നതൊക്കെ നല്ലത്. അങ്ങനത്തെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് പേഷ്യൻറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഡോക്ടറോടത്തോ ലാബിൽ നിന്നോ രോഗി ചോദിച്ച് മനസ്സിലാക്കി തന്നെ പ്രൊസീജിയർ ചെയ്ത് വരണം. ഇല്ലേ നമുക്ക് ഇതിനകത്ത് നമുക്കും ലേബിൽ വരുമ്പോൾ കുറേ പരിമിതിയുണ്ട് പറഞ്ഞു കൊടുത്തിട്ടും രോഗി ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് റിസൾട്ട് അതിൽ ഇറക്കി ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ പുതിയ ലാബുകളൊക്കെ തുടങ്ങാൻ താല്പര്യമില്ല പുതിയ സംരംഭകരുണ്ടാവില്ല, യുവാക്കളൊക്കെ, അവർക്കൊക്കെ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് 10-20 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ നൽകാനുണ്ടാവും. അത് എന്തെങ്കിലും പറയാനുണ്ടോ, ഉപദേശങ്ങൾ കൊടുക്കാനുണ്ടോ? ഷമീമിൻ്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ അത് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അവർക്ക് കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല ഡെഡിക്കേഷൻ. ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം. ഏറ്റവും നല്ല ക്വാളിറ്റി റിസൾട്ട് കൊടുക്കാൻ പറ്റണം. ഏറ്റവും നല്ല പേഷ്യൻ്റ് സർവീസ് കൊടുക്കാൻ പറ്റണം. ഇത് 3 കൊടുക്കാൻ പറ്റിയാൽ ഒരു യുവ സംരംഭകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ മേഖല വിജയിക്കുമെന്നതിലൊരു സംശയമില്ല. ഈ വിഷയത്തിൽ ഷമീം പറഞ്ഞ ഈ വിഷയം യുവ സംരംഭകർക്കുള്ള കണ്ടില്ല. നമുക്ക് കുറച്ച് ഇരുന്ന് സംസാരിക്കേണ്ടതാണ്. നമുക്ക് ശരിക്കും വളരെ വിശദമായിട്ട് സംസാരിക്കാൻ വിഷയത്തെപ്പറ്റി. എന്തായാലും വളരെ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ വളരെ ഉപകാരം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ഷാജിയേട്ടൻ. അപ്പോൾ ഇനി അടുത്ത ദിവസം വരുന്നവരെ എന്തായാലും നിങ്ങളുടെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ വളരെ ഭംഗി നടക്കട്ടെ. ഓക്കെ, സോഫ്റ്റ്വെയർ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ.